ഹലോ ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ മോഡേൺ ആർക്കിടെക്ചറിലെ തേർഡ് മോഡ്യൂളിലെ തേർഡ് പാർട്ടാണ്. ഇതിലെ ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം. ദാറ്റ് ഇസ് ആർട്ട് ഡെക്കോ. അതൊരു ഡെക്കറേറ്റീവ് സ്റ്റൈലിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ മുമ്പ് എക്സ്പ്രഷനിസത്തെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ഉള്ളത്. അതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് 1920 to 1940 ആണ്. Art Deco was a decorative style characterized by strong geometric forms, striking colors and graphic sharpness. ആർട്ട് ഡെക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിയോമെട്രിക് ഫോംസും പിന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കളേഴ്സും അതുപോലെ ഗ്രാഫിക് ഷാർപ്നെസ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഡെക്കറേറ്റീവ് സ്റ്റൈലാണെന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഗ്രൂ ഔട്ട് ഓഫ് ദ ആർട്ട് ന്യൂവോ. അതായത് ആർട്ട് ന്യൂവോ നമ്മൾ മുമ്പ് പഠിച്ചല്ലോ, അതിൽ നിന്നുള്ളൊരു വളർച്ചയാണ് ഈ ആർട്ട് ഡെക്കോ. Art Deco was a style of rich surface, luxurious textures and flowing forms. അതായത് ഈ ആർട്ട് ഡെക്കോ എന്ന് പറയുന്നത് ഫ്ലോയിങ് ഫോംസ്, ലക്ഷറിയസ് ആയിട്ടുള്ള ടെക്സ്ചേഴ്സ്, അതുപോലെ തന്നെ റിച്ച് ആയിട്ടുള്ള സർഫസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡെക്കറേഷൻ സ്റ്റൈലാണ്. മച്ച് ഓഫ് ഇറ്റ് യൂസ്ഡ് ലക്ഷറിയസ് മെറ്റീരിയൽസ് ലൈക്ക് മാർബിൾ, ഐവറി, ഇബോണി ആൻഡ് അതർ എക്സ്പെൻസീവ് വുഡ്സ്, പേൾ ആൻഡ് സെമി പ്രിഷ്യസ് സ്റ്റോൺസ്. അതായത് ഈ ആർട്ട് ഡെക്കോ സ്റ്റൈലിൽ പ്രിഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ്, പേൾസൊക്കെ, അതുപോലെ മാർബിൾ, ഐവറി, ഇബോണി ആൻഡ് അതർ എക്സ്പെൻസീവ് വുഡ്സ്, ഇബോണി അതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള വുഡുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഐവറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഡെക്കറേറ്റീവായിട്ട് കൊമ്പ്, പല്ല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെക്കുമല്ലോ, ആ ഒരു ടൈപ്പ് സാധനങ്ങളാണ് ഐവറി എന്ന് പറയുന്നത്. ഇബോണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈപ്പ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വുഡാണ്, ബ്ലാക്ക് കളറിലുള്ളൊരു വുഡാണ്. Art Deco houses and apartments buildings have flat roofs, curving windows and a variety of decorative motifs. ഈ ആർട്ട് ഡെക്കോ സ്റ്റൈലിലുള്ള അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹൗസിൻ്റെ ഒക്കെ പ്രത്യേകതകൾ ആണ് പറയുന്നത്. ഫ്ലാറ്റ് റൂഫ് ആയിരുന്നു, കർവിങ് വിൻഡോസ് ആയിരുന്നു, പിന്നെ വെറൈറ്റീസ് ഓഫ് ഡെക്കറേറ്റീവ് മോട്ടീവ്സ് എന്ന് പറയുന്നുണ്ട്. മോട്ടീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആലങ്കാരികമായിട്ട് യൂസ് ചെയ്യുന്ന വസ്തുക്കൾ, അത്ര അതിന് മീൻ ചെയ്യണുള്ളൂ കേട്ടോ. The decorative patterns includes sun rays, lighting birds, aeroplanes and palm trees etched in glass or in metal works. ഇതിൽ യൂസ് ചെയ്യുന്ന ഡെക്കറേറ്റീവ് പാറ്റേൺസിനെ കുറിച്ചാണ് പറയുന്നത്. സൺറേസ് സൂര്യകിരണങ്ങൾ, അതുപോലെ ലൈറ്റ്നിങ് ബേഴ്സ്സ്, എയറോപ്ലെയിൻസ് ഒക്കെയാണ്. പിന്നെ പാം ട്രീസ് എച്ച്ഡ് ഇൻ ഗ്ലാസ് ഓർ ഇൻ മെറ്റൽ വർക്ക് എന്ന് പറയുന്നുണ്ട്. ഗ്ലാസ്സിൽ അതുപോലെ മെറ്റൽസിലൊക്കെ പാം ട്രീസിനെ കൊത്തുപണികൾ ചെയ്തതുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയണത്. ദിസ് ഡെക്കറേറ്റീവ് സ്റ്റൈൽ വാസ് ഗിവൻ ബിഗ് എക്സ്പോഷർ ഇൻ ദ പാരീസ് എക്സ്പോസിഷൻ 1925. 1925 പാരീസ് എക്സ്പോസിഷനിൽ ഈ ആർട്ട് ഡെക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഡെക്കറേറ്റീവ് സ്റ്റൈല് നല്ലൊരു എക്സ്പോഷർ തന്നെയായിരുന്നു. അതായത് നല്ലൊരു പ്രദർശനം തന്നെയായിരുന്നു. Entrance to the exposition with extensive decorative metal works by Edgar Brandt announced Paris as the center of the Art Deco style. അതായത് ഈ എക്സ്പോസിഷൻ്റെ എൻട്രൻസിൽ ആർട്ട് ഡെക്കോ സ്റ്റൈലിലുള്ള എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ മെറ്റൽ വർക്കൊക്കെ കൊടുത്തുകൊണ്ട് അത് കൊടുത്തിട്ടുള്ള ആളാണ് ഈ എഡ്ഗർ ബ്രാൻഡ് എന്ന് പറഞ്ഞത്. അദ്ദേഹം അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പോസിഷന് ശേഷം ആർട്ട് ഡെക്കോ സ്റ്റൈലിൻ്റെ സെൻറ്റർ, അതായത് പാരീസാണ് ആർട്ട് ഡെക്കോ സ്റ്റൈലിൻ്റെ സെൻറ്ററിൽ നിന്ന് അനൗൺസ്മെൻ്റ് ഉണ്ടായി, അല്ലെങ്കിൽ അനൗൺസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. മീൻസ് അങ്ങനെ തിരഞ്ഞെടുത്തു. ഇൻ ദ ഫോളോയിങ് ഇയേഴ്സ് ആർട്ട് ഡെക്കോ അപ്പിയർഡ് ത്രൂ ഔട്ട് യൂറോപ്പ് ആൻഡ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതായത് പിന്നീട് അങ്ങോട്ട് ആർട്ട് ഡെക്കോ സ്റ്റൈല് യൂറോപ്പിലും US-ലൊക്കെ കാണാൻ തുടങ്ങി. ഇൻ ബ്രിട്ടൻ ദിസ് സ്റ്റൈൽ വാസ് യൂസ്ഡ് ഫോർ മെനി സിനിമ ഹാൾസ്. അതായത് ബ്രിട്ടനിൽ ഇതൊരുപാട് ഈ ഡെക്കറേഷൻസ് അല്ലെങ്കിൽ ഈ ആർട്ട് ഡെക്കോ സ്റ്റൈല് ഒരുപാട് സിനിമ ഹാൾസിനൊക്കെ യൂസ് ചെയ്തു. ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർട്ട് ഡെക്കോ വാസ് അക്സെപ്റ്റഡ് എന്തൂസിയാസ്റ്റിക്കലി. ഇറ്റ് വാസ് അഡോപ്റ്റഡ് ഫോർ ലാർജ് സ്ട്രക്ചേഴ്സ് ലൈക്ക് ന്യൂയോർക്ക് skyscrapers and Miami Beach apartment blocks and also for small buildings like diners. US-ൽ ഈ ആർട്ട് ഡെക്കോ സ്റ്റൈല് എന്തൂസിയാസ്റ്റിക്കലി അക്സെപ്റ്റഡ് എന്ന് പറയുന്നുണ്ട്. എന്തൂസിയാസ്റ്റിക്കലി എന്നൊക്കെ അക്സെപ്റ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡിങ് ആയിട്ട് അവർ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയാണ്. പിന്നെ ലാർജ് സ്ട്രക്ചേഴ്സിലൊക്കെ അത് യൂസ് ചെയ്യാൻ തുടങ്ങി. എങ്ങനത്തെ ടൈപ്പ് ലാർജ് സ്ട്രക്ചേഴ്സ്? ന്യൂയോർക്കിലെ സ്കൈ സ്ക്രേപ്പേഴ്സ്,
അതുപോലെ മിയാമി ബീച്ചിലെ അപ്പാർട്ട്മെൻറ്റ് ബ്ലോക്സിലൊക്കെ ഈ ആർട്ട് ഡെക്കോ സ്റ്റൈല് യൂസ് ചെയ്യാൻ തുടങ്ങി. സ്കൈ സ്ക്രേപ്പേഴ്സ് സച്ച് ആസ് ദ ചിസ്ലർ ബിൽഡിംഗ് ബൈ വില്യം വാൻ ആലൻ were the pinnacle of art deco achievement. അതായത് ആർക്കിടെക്ട് വില്യം വാൻ ആലൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ചിസ്ലർ ബിൽഡിങ് അതൊരു സ്കൈ സ്ക്രേപ്പറാണ്. ആ ബിൽഡിങ്ങൊക്കെ ആർട്ട് ഡെക്കോ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് നമുക്ക് ആർട്ട് ഡെക്കോയിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പോർഷൻ ഈസ് ഓർഗാനിക് ആർക്കിടെക്ചർ. ഓർഗാനിക് ആർക്കിടെക്ചർ പ്രൊമോട്ട്സ് ഹാർമണി ബിറ്റ്വീൻ ദ ബിൽഡിങ്സ് and its natural surroundings. This is achieved through a design that is well integrated with the site. So buildings, furnishings and surroundings become part of a unified interrelated composition. അതായത് ഓർഗാനിക് ആർക്കിടെക്ചറിൽ ബിൽഡിങ്സും അതിൻ്റെ നാച്ചുറൽ സറൗണ്ടിങ്സും തമ്മിലുള്ള ഒരു ഹാർമണി, അതായത് ഒരു ഐക്യം അത് വേണം, അല്ലെങ്കിൽ അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിസൈനിലൂടെ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. ദിസ് ഫിലോസഫി വാസ് ഫസ്റ്റ് പുട്ട് ഫോർവേഡ് ബൈ ലൂയിസ് സള്ളിവൻ ആൻഡ് പോപ്പുലറൈസ്ഡ് ബൈ ഫ്രാങ്ക് ലോയ്ഡ് റൈറ്റ്. ഈ ഒരു ഫിലോസഫി മുന്നോട്ട് വെച്ചത് ലൂയിസ് സള്ളിവനാണ്. അത് പോപ്പുലറൈസ് ചെയ്തിട്ടുള്ളത് എഫ്.എൽ. റൈറ്റ് ആണെന്നും കൂടി പറയുന്നുണ്ട്. സള്ളിവൻ ബിലീവഡ് ദാറ്റ് ഫോംസ് ഫോളോസ് ഫങ്ഷൻ. ഹി സെഡ് ദാറ്റ് the shape of a building or object should primarily related to its intended ഫങ്ഷൻ ഓർ പർപ്പസ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്താണ്, അത് എന്ത് ടൈപ്പ് ബിൽഡിംഗ് ആണെന്ന് ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവണം എന്നുള്ളതാണ് സള്ളിവൻ വിശ്വസിക്കുന്നത് എന്നാണ് പറയുന്നത്. ആസ് സള്ളിവൻ ഹിംസെൽഫ് put it, all things in nature have a shape or a form that tells us what they are, that distinguishes them from each other. A building should be based on organic form and should harmonize with its natural environment. അതായത് നമ്മുടെ യൂണിവേഴ്സിലുള്ള എന്തൊരു തിങ് ആണെങ്കിൽ, എന്തൊരു സാധനമാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു ഒബ്ജക്റ്റ് ആണെങ്കിലും അത് എന്താണെന്നുള്ളത് അത് നോക്കിയിട്ട് നമുക്ക് അത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് അത് നമുക്ക് പറഞ്ഞു തരുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചർ ആയിരിക്കണം എന്നാണ് അദ്ദേഹം പറയണത്. ഫോർ സള്ളിവൻ, എ ബിൽഡിംഗ് ഷുഡ് മെർജ് വിത്ത് ഇറ്റ്സ് എൻവയോൺമെൻറ്റ്. ജസ്റ്റ് എ പ്ലാന്റ് വുഡ് ഗ്രോ നാച്ചുറലി ഔട്ട് ഓഫ് ഓൾ ഇറ്റ്സ് കണ്ടീഷൻസ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിൽഡിങ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ എൻവയോൺമെൻറ്റുമായിട്ട് മെർജായിട്ടായിരിക്കണം അല്ലെങ്കിൽ അതിനോട് ഇണങ്ങിയിട്ടായിരിക്കണം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പറയില്ലേ, ഇപ്പോൾ നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടാവും ചില ടൈപ്പ് ഓഫ് ബിൽഡിങ്സ് ഒക്കെ മരങ്ങൾക്ക് വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ മരങ്ങൾ ഇപ്പോൾ മതിലിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ റൂഫൊക്കെ മരങ്ങൾക്ക് വേണ്ടിയിട്ട് വെട്ടി കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ മരങ്ങളുടെ സ്ഥലം ഒഴിവാക്കിയിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്ത് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന പോലെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. F.L. Wright also believed that a building should appear to grow naturally out of the ground. He thought that a building should function like a unified wall and each part of the design should relate to the wall. Wright argued that form and functions are one. അതായത് F.L. റൈറ്റ് പറയുന്നത് ബിൽഡിംഗ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നാതെ അത് നാച്ചുറലി ഉണ്ടായ ഒരു സംഭവമായിട്ട് തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലാവണം നമ്മുടെ ഓരോ വർക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ ഫങ്ഷന് എന്താണെന്നുള്ളത് ആ ബിൽഡിങ്ങിൽ നോക്കിയാൽ കാണുന്നു. ബിൽഡിങ്ങിൻ്റെ ഓരോ പാർട്ട് നോക്കിയാലും എന്താണ് ആ ഭാഗങ്ങളുടെയൊക്കെ ഫങ്ഷൻ, അല്ലെങ്കിൽ എന്താണ് ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫങ്ഷൻ എന്നുള്ളത് മനസ്സിലാവണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ആർഗ്യൂഡ് ദാറ്റ് ഫോം ആൻഡ് ഫങ്ഷൻ ആർ സെയിം ഓർ ഫോം ആൻഡ് ഫങ്ഷൻ ആർ വൺ എന്ന് പറയുന്നുണ്ട്. റൈറ്റ്സ് ഓർഗാനിക് ആർക്കിടെക്ചർ incorporates natural elements such as lights, plants and water into his designs. F.L. റൈറ്റിൻ്റെ ഓർഗാനിക് ആർക്കിടെക്ചറിൽ നാച്ചുറൽ എലമെൻറ്റ്സ് ആയ ലൈറ്റ്, പ്ലാന്റ്സ്, വാട്ടർ ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നുണ്ട്. He chose colors found in nature like orange, yellow and brown. His favorite accent color was red, which has importance in nature. അദ്ദേഹം നാച്ചുറലി കണ്ടുവരുന്ന കളേഴ്സായ ഓറഞ്ച്, യെല്ലോ, ബ്രൗൺ ഒക്കെ അദ്ദേഹം
ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് കളർ റെഡാണെന്നും കൂടി ഇതിൽ പറയുന്നുണ്ട്. റെഡിന് നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ, നാച്ചുറൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കളറായ റെഡാണ് അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് കളർ എന്നാണ് പറയുന്നത്. Organic architecture strives to blend interiors and exteriors and also the building and its natural surroundings so that it looks like a unified whole. ഓർഗാനിക് ആർക്കിടെക്ചർ ബിൽഡിങ്ങിൻ്റെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയിട്ടുള്ള മൊത്തത്തിലുള്ള ഭാഗങ്ങളെ ഒരു യൂണിറ്റി അല്ലെങ്കിൽ ഒരു യൂണിഫൈഡ് സ്ട്രക്ചർ ആക്കാൻ അങ്ങനെ ആക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. Ephelwright's own home, Taliesin, is a typical example of the architect's theories of organic architecture and lifestyle. Taliesin is built like a brow on the edge of the hill, not on the top of the hill, because Ephelwright believed that we should never build on top of anything directly. എഫൽറൈറ്റിൻ്റെ ഓൺ ഹോമാണ് ടാലിസിൻ എന്നാണ് അതിൻ്റെ പേര്. അതും ആർക്കിടെക്ചർ തിയറീസിൻ്റെയൊക്കെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിളാണ് ഓർഗാനിക് ആർക്കിടെക്ചറിന്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഒരു ഹില്ലിൻ്റെ എഡ്ജിലായിരുന്നു. ഈ ബോറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീഴ്ക്കാന്തൂക്കായിട്ടുള്ള സ്ഥലത്താണ് എന്നാണ് പറയണത്. അങ്ങനെ ഒരു സ്ഥലത്താണ് അദ്ദേഹം അത് ബിൽഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏറ്റവും ടോപ്പിലല്ല. അദ്ദേഹം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു സംഭവത്തിൻ്റെയും ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ ഒന്നും കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഹി സെഡ്, ഇഫ് യു ബിൽഡ് ഓൺ ടോപ്പ് ഓഫ് ദ ഹിൽ യു ലോസ് ദ ഹിൽ. ഇഫ് യു ബിൽഡ് ഓൺ one side of the top you have the hill and the significance that you desire. Taliesin is a bro like that. അതായത് അദ്ദേഹം ഏറ്റവും ടോപ്പിൽ ചെയ്യരുതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പർവ്വതത്തിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണെങ്കിൽ ആ പർവ്വതം പിന്നെ നമുക്ക് ഇല്ല, അല്ലെങ്കിൽ ആ പർവ്വതം നഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലാണ്. നേരെ തിരിച്ച് അതിൻ്റെ ഒരു ഭാഗത്താണ് അത് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പർവ്വതം കിട്ടുകയും ചെയ്യും, നമുക്കത് പർവ്വതത്തിൻ്റെ അടുത്തായിട്ട് നമുക്കൊരു സ്ട്രക്ചറും കിട്ടും. അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇനി നോക്കാനുള്ളത് സം ഓഫ് ദ ഗവേണിംഗ് പ്രിൻസിപ്പിൾസ് ഓഫ് ഓർഗാനിക് ആർക്കിടെക്ചർ ആർ ആസ് ഫോളോസ്. പോയിൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു 6 പോയിൻറ്റ്സ് ആണുള്ളത്. എ ബിൽഡിംഗ് ഷുഡ് അപ്പിയർ ടു ഗ്രോ ഈസിലി ഫ്രം ഇറ്റ്സ് സൈറ്റ്. അതായത് ഒരു ബിൽഡിങ് അതിൻ്റെ സൈറ്റിൽ നിന്ന് ഈസി ആയിട്ട് ഇങ്ങനെ വളർന്നു വരുന്നതായിട്ടാണ് ഫീൽ ചെയ്യുക. ചൂസ് വൺ ഡോമിനൻറ്റ് ഫോം ഫോർ എ ബിൽഡിംഗ് ആൻഡ് ഇൻറ്റഗ്രേറ്റ് ദാറ്റ് ഫ്രം ത്രൂ ഔട്ട്. അതായത് ഒരു സ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ഫോം നമ്മൾ ആദ്യം കണ്ടെത്തുക. എന്താ പറയുക, അതിന് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഫോം നമ്മൾ കണ്ടെത്തുക. എന്നിട്ട് അതിൻ്റെ ത്രൂ ഔട്ട് ഡിസൈനിൽ അത് ഇൻക്ലൂഡ് ചെയ്യുക. യൂസ് നാച്ചുറൽ കളേഴ്സ്, ഗോ ഇൻ ടു ദ വുഡ്സ് ആൻഡ് ഫീൽഡ് ഫോർ കളർ സ്കീംസ്. അതായത് നാച്ചുറലായിട്ട് കളേഴ്സ് യൂസ് ചെയ്യുക. അതായത് കളർ സ്കീമിനായിട്ട് കാട്ടിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു നിർദ്ദേശം കൊടുക്കുന്ന പോലെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദെൻ റിവീലിംഗ് ദ നേച്ചർ ഓഫ് മെറ്റീരിയൽസ്. നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന വസ്തുക്കളുടെ സ്വഭാവം പ്രദർശിപ്പിക്കുക. അതായത് അത് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, സ്ട്രക്ചറിൽ അത് കാണണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫോമിൽ അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത് ഫോമിൽ കാണിക്കണം എന്നുള്ളത് അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓപ്പണിംഗ് അപ്പ് സ്പേസസ്, സിംപ്ലി ഓപ്പണിംഗ് ആയിട്ടുള്ള സ്പേസസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്പേസസ് മാക്സിമം ഓപ്പൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. പ്രൊവൈഡിങ് എ പ്ലേസ് ഫോർ നാച്ചുറൽ ഫോളിയേജ്. അത് നാച്ചുറൽ ഫോളിയേജസിന്, അതായത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾക്ക് ഒരു പ്രത്യേകം പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക. ഈ 6 പോയിൻറ്റ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഗഗനിയം മ്യൂസിയം. The Guggenheim Museum is a representation of Wright's attempts to incorporate organic form into architecture. അതായത് ഈ ഗഗനിയം മ്യൂസിയത്തിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് എഫൽറൈറ്റിൻ്റെ ഓർഗാനിക് ആർക്കിടെക്ചറിലെ ഒരു റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഓർഗാനിക് ഫോംസിനെ ആർക്കിടെക്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഡിസൈന് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഗഗനിയം മ്യൂസിയം എന്ന് പറയുന്നത്. Whereas all the other buildings in that area are rectangular, vertical and decorated with bits of ornamentation, the Guggenheim Museum has a purely sculptural facade. അതായത് ഗഗനിയം മ്യൂസിയത്തിൻ്റെ സറൗണ്ടിങ്സിലുള്ള ഉണ്ടായിരുന്ന മറ്റ് ബിൽഡിങ്സൊക്കെ നോർമലി റെക്റ്റാങ്കുലറും വെർട്ടിക്കുലറും അതുപോലെ തന്നെ കുറച്ച് ഡെക്കറേറ്റഡും ഓർണമെൻറ്റേഷനൊക്കെ ഉള്ളതൊക്കെ ആയിട്ടുള്ള ബിൽഡിങ്സ് ആയിരുന്നു, നോർമലി ഉള്ള ബിൽഡിങ്സ് ആയിരുന്നു. അതേപോലെയല്ല
ഒരു സ്കൾപ്ചറൽ ഫേസേഡുള്ള ബിൽഡിംഗ് ആയിരുന്നു ഗഗനിയ മ്യൂസിയത്തിൻ്റെ എന്ന് പറയുന്നുണ്ട്. ഇറ്റ്സ് ക്ലീൻ സർക്കുലർ ആൻഡ് ഹൊറിസോണ്ടൽ ഡിസൈൻ ഈസ് ഡിവോയ്ഡ് ഓഫ് സർഫസ് ഡെക്കറേഷൻ. അതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞത് ഹൊറിസോണ്ടലായിട്ടും സർക്കുലറായിട്ടും മാത്രമുള്ളൊരു ഡിസൈൻ ആയിരുന്നു. അതിന് സർഫസ് ഡെക്കറേഷനൊക്കെ അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. റൈറ്റ് കൺസീവ്ഡ് ദ മ്യൂസിയം ആസ് എൻ എയറി ഓപ്പൺ പ്ലേസ് where visitors would not have to retrace their steps. അത് റൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാക്സിമം ഏരിയ ആയിട്ടും ഓപ്പൺ പ്ലേസസ് പ്രൊവൈഡ് ചെയ്തിട്ടൊക്കെയാണ് വിസിറ്റേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വിസിറ്റേഴ്സിന് ഒരിക്കലും മടങ്ങിപ്പോവാൻ അല്ലെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ മടങ്ങിപ്പോകേണ്ട രീതിയിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയണത്. പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് എൻറ്ററിങ് ദ ബിൽഡിംഗ് ഓൺ ദ ഗ്രൗണ്ട് ലെവൽ ദ വിസിറ്റേഴ്സ് ടേക്ക് ആൻ എലവേറ്റർ ടു ദ ടോപ്പ് ആൻഡ് പ്രൊസീഡിങ് downward on a continuous ramp with a gentle slope, enjoying the arts and on display until returning to the entrance. അതായത് ഇതിൽ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഗഗനിയ മ്യൂസിയത്തിൻ്റെ എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ താഴെയുള്ള ഫ്ലോറിലേക്ക് അങ്ങോട്ട് എൻ്റർ ചെയ്യലല്ലായിരുന്നു, മറിച്ച് താഴെ നിന്ന് തന്നെ ഒരു എലിവേറ്റർ ഉണ്ട് ഏറ്റവും മുകളിലേക്ക്. അവിടേക്ക് പോയിട്ട് അവിടുന്ന് നേരെ ഇങ്ങനെ താഴേക്കൊരു നേരിയ സ്ലോപ്പുള്ള ഒരു റാമ്പ് വഴി ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത്. അതായത് താഴെ ഇറങ്ങി താഴെ നിന്ന് എക്സിറ്റ് വരെയുള്ള സ്ഥലം വരെ അവിടുന്ന് മേലെ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഫുൾ എൻജോയ് ചെയ്തിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റിയ രീതിയിലായിരുന്നു ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നുണ്ട്. ഗാലറീസ് were divided like the membranes in citrus fruit with self-contained yet interdependent sections. അതായത് ഗാലറീസൊക്കെ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് നാരങ്ങ ഓറഞ്ച് പോലെയൊക്കെ അതിൻ്റെ ഓരോ അല്ലികൾ പോലെ ഡിവൈഡഡ് ആയിരുന്നു ഓരോ ഗാലറീസും എന്ന് പറയുന്നുണ്ട്. സെൽഫ് കണ്ടെൻ്റ് ആയിട്ടുള്ളതും പിന്നെ ഇൻ്റർഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഒഴികെ ബാക്കിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. റേഡിയൽ സിമെട്രി ഓഫ് എ സ്പൈഡർ വെബ് ഇൻഫോം ദ ഡിസൈൻ ഓഫ് ദ റോട്ടണ്ട സ്കൈലൈറ്റ്. അതായത് റൗണ്ട് ഷേപ്പിലുള്ള ഒരു എന്താ പറയുക സ്കൈലൈറ്റ് ഉണ്ട്. സ്കൈലൈറ്റ് നമുക്കറിയാം റൂഫിലുള്ള ലൈറ്റിങ് അത് കൊടുത്ത് റൗണ്ട് ഷേപ്പിലുള്ളത് കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഡിസൈൻ ഒരു സ്പൈഡർ വെബിൻ്റെ ഒരു സിമെട്രിക്കൽ ഡിസൈനാണ്. ദ ഓപ്പൺ റോട്ടണ്ട അഫോർഡഡ് വ്യൂസ് ഓഫ് സെവറൽ ബേസ് ഓഫ് വർക്ക്സ് ഓൺ ഡിഫറെൻറ്റ് ലെവൽസ് സൈമൾട്ടേനിയസ്ലി. അതായത് ആ ഒരു ഓപ്പൺ റോട്ടണ്ടയിൽ തന്നെ ഒരേ സമയം ഒരുപാട് വ്യൂസ് അത് അഫോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ദെൻ റൈറ്റ് ഡിസൈഡഡ് ദ ഗഗനിയം to include several natural elements including natural lights, plants, water and natural materials. അതായത് റൈറ്റ് ഇങ്ങനൊരു ഡിസൈൻ ഗഗനിയ മ്യൂസിയം ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ സെവറൽ നാച്ചുറൽ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ലൈക്ക് നാച്ചുറൽ ലൈറ്റ്സ്, പ്ലാന്റ്സ്, വാട്ടർ ആൻഡ് നാച്ചുറൽ മെറ്റീരിയൽസ്, അങ്ങനെയൊക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഗഗനിയ മ്യൂസിയത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഫിഗറിലും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഇസ് ഫോളിംഗ് വാട്ടർ. Frank Lloyd Wright integrated architecture into nature at Falling Water. On visiting the site to build a house for his friend Edgar Kaufman, Wright spotted a rock that jutted out over the streaming water and decided to build the house there and let the water flow underneath. അതായത് ഒരു ഫോളിംഗ് വാട്ടർ അല്ലെങ്കിൽ നമ്മൾ നോർമലി വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു ആർക്കിടെക്ചറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് എഫ്.എൽ. റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആർക്കിടെക്റ്റാണ്. അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള എഡ്ഗർ കോഫ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് ഒരു ഹൗസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സൈറ്റിലേക്ക് പോവുകയാണ്. ഈ ഫോളിംഗ് വാട്ടർ ഉള്ള ഈ സൈറ്റിൽ അദ്ദേഹം ഒരു പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ജൂട്ടഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ തള്ളി നിൽക്കുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. അങ്ങനെ ഒരു റോക്ക് കാണും അവിടെ ഡിസൈൻ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം തീരുമാനിച്ച മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ വിചാരിച്ച ടൈപ്പ് ഒരു ഡിസൈൻ എങ്ങനെ രീതിയിൽ വന്നാലും ആ ഫോളിംഗ് വാട്ടറിനെ ഏത് രീതിയിലും നെഗറ്റീവായിട്ട് ബാധിക്കാത്ത രീതിയിലാണ് അദ്ദേഹം ഡിസൈൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. Taking ideas from the rock edges, Wright cantilevered floors from 3 levels of the house. അതായത് ഈ ഹൗസിൻ്റെ 3 ലെവൽസിൽ നിന്ന് ക്യാൻഡിലിവർ ആയിട്ട് പുറത്തേക്ക്, ക്യാൻഡിലിവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്ലാബ് പോലെയാണ്. അങ്ങനത്തെ ബീമിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ക്യാൻഡിലിവർ ബീമിന്. അതേപോലെ ക്യാൻഡിലിവർ ആയിട്ട് കൊടുത്തിട്ടുള്ള 3 ലെവൽ ക്യാൻഡിലിവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ബാൽക്കണീസ് ആൻഡ് ടെറസസ് പ്രോജക്ട്സ് ഓവർ ദ വാട്ടേഴ്സ് എഡ്ജ് അറ്റ് ദ റിയർ ആൻഡ് ദ വുഡഡ് വാലി ഓൺ ദ അതർ സൈഡ്സ്.
അതായത് മറ്റൊരു സൈഡിൽ ബാൽക്കണീസും അതുപോലെ ടെറസസൊക്കെ വാട്ടറിൻ്റെ എഡ്ജസിലേക്ക്, അതായത് ഫാളിംഗ് വാട്ടറിൻ്റെ എഡ്ജിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അതായത് നമ്മൾ പറഞ്ഞു ഒരു സൈഡിലേക്ക് 3 ലെവൽസ് അല്ലെങ്കിൽ 3 ലെവൽസ് ഒരു സൈഡിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ കാൻഡിലേവർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സൈഡിലേക്ക് ടെറസും അതുപോലെ തന്നെ ബാൽക്കണീസും ഒക്കെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ലിവിംഗ് ആൻഡ് കിച്ചൺ ആർ എക്സ്റ്റെൻഡഡ് ഓവർ ദ വാട്ടർഫോൾ ടു ക്രിയേറ്റ് എ ലാർജ് സ്പേസ് ഫോർ ദ ഫാമിലി ടു ഇൻറ്ററാക്ട്. അതായത് ലിവിങ്ങും കിച്ചണൊക്കെ വാട്ടർഫാളിൻ്റെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കൊടുത്തത്, വാട്ടർഫാളിൻ്റെ മുകളിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടു ക്രിയേറ്റ് ലാർജ് സ്പേസ് ഫോർ ഫാമിലിക്ക് ഇൻറ്ററാക്ട് ചെയ്യാനൊക്കെ ഒരു ലാർജ് സ്പേസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റൈറ്റ് ചൂസ് ലോക്കലി അവൈലബിൾ സാൻഡ് സ്റ്റോൺ ടു മേക്ക് അപ്പ് ദ ബോഡി ഓഫ് ദ ഹൗസ്. അതായത് ഈ ഹൗസിൻ്റെ മെയിൻ സ്ട്രക്ചർ ബിൽഡ് ചെയ്തിട്ടുള്ള ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ്. ഹി യൂസ്ഡ് എ ലിമിറ്റഡ് കളർ പാലറ്റ് for the exterior so that the building blend into its surroundings. അതായത് അദ്ദേഹം ഇപ്പം നമ്മൾ നേരത്തെ നാച്ചുറൽ കളേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതുപോലെ ആ ഒരു സറൗണ്ടിങ്സിന് ഇണങ്ങിയ ഒരു കളേഴ്സാണ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ തന്നെ ഒരു ഉണ്ടായി വന്നൊരു രീതിയിലായിരിക്കണം അതിൻ്റെ ഈ ഓർഗാനിക് ആർക്കിടെക്ചറിലുള്ള ഓരോ ബിൽഡിങ്സ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ കളറിന്, അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ പെയിൻറ്റിങ്ങിനും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കളേഴ്സിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ തന്നെ. കോൺക്രീറ്റ് ഈസ് കളേർഡ് ലൈറ്റ് ഓക്കർ. ഈ ഓക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെമ്മണ്ണിൻ്റെ കളറാണ് കേട്ടോ. കോൺക്രീറ്റ് ആ ഒരു കളറായിരുന്നു. വൈൽ ദ സ്റ്റീൽ ഫ്രെയിംസ് ഓഫ് ദ റിബൺ വിൻഡോസ് ആർ പെയിൻറ്റഡ് ഇൻ റെഡ് ടു മാച്ച് ദ കളേഴ്സ് ഓഫ് ദ ട്രീസിന് കളറിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് റിബൺ വിൻഡോസ്, അതായത് വിൻഡോസിൻ്റെ ഫ്രെയിംസ് ഒക്കെ റെഡ് കളറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇൻ ഡൂയിങ് ദിസ് റൈറ്റ് പ്രസൻറ്റഡ് an example of organic architecture, his philosophy that promotes the harmony between the design and nature. ഈ ഒരു പെയിൻറ്റിങ്ങിലൂടെ തന്നെ അദ്ദേഹം ഉണർത്തിയിട്ടുണ്ട് എന്തൊരു കാര്യം എന്ന് വെച്ചാൽ ഹാർമണി ബിറ്റ്വീൻ ഡിസൈൻ ആൻഡ് നാച്ചർ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ആയിരുന്നല്ലോ, നാച്ചറും നേച്ചറിൽ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ഡിസൈനും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാവണം, അല്ലെങ്കിൽ രണ്ടും തമ്മിൽ വ്യത്യാസപ്പെട്ട് കാണാതെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ഹാർമണി ഉണ്ടാവണം എന്നുള്ളത് അദ്ദേഹം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദ ആർക്കിടെക്റ്റ് കണ്ടിന്യൂഡ് ടു ബ്രിങ് നാച്ചർ ഇൻസൈഡ് ദ ഹൗസ്. എ ഹ്യൂജ് ലെഡ്ജ് ഓഫ് റോക്ക് ജുട്സ് ത്രൂ ദ ഫ്ലോർ ഓഫ് ദ ലിവിംഗ് റൂം അറ്റ് ഇറ്റ്സ് സെൻറ്റർ ടു ദ ഫോം ദ ഹേർട്ട് ഓഫ് ദ ഫയർ പ്ലേസ്. അതായത് അദ്ദേഹം വീണ്ടും നാച്ചുറലായിട്ട് തന്നെ മാക്സിമം ഈ ഒരു ഡിസൈനെ നാച്ചുറലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൻ്റെ വീടിൻ്റെ ഇൻറ്റീരിയറിലേക്കും നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതായത് ഒരു ഹ്യൂജ് ലെഡ്ജ് ഓഫ് റോക്ക് എന്ന് പറയുന്നുണ്ട്. ലെഡ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലക, തട്ട്, പടി അങ്ങനെയൊക്കെയുള്ള മീനിങ് കേട്ടോ. അങ്ങനൊരു സംഭവം ലിവിങ് റൂമിൻ്റെ ഫ്ലോറിലൂടെ ഉള്ളിലേക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതായത് അതിൻ്റെ സെൻറ്ററിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതെന്തായിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്? ടു ഫോം ദ ഹേർട്ട് ഓഫ് ദ ഫയർ പ്ലേസിൻ്റെ ഹേർട്ടായിട്ടുള്ള പോർഷനാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ആൾസോ ബോൾഡേഴ്സ് ഫ്രം ദ സൈറ്റ് ആർ യൂസ്ഡ് ടു കൺസ്ട്രക്ട് ദ വാൾസ്. അതുപോലെ തന്നെ വാൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ ആ സൈറ്റിൽ തന്നെയുള്ള പാറ കഷ്ണങ്ങൾ, അതേപോലെ ഉരുളൻ കല്ലുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്ലാസ് ഡോർസ് സ്ലൈഡ് ഫ്രം ദ ലിവിംഗ് റൂം ടു പ്രൊവൈഡ് ആക്സസ് ടു ദ സസ്പെൻഡഡ് സ്റ്റെയർവേ ദാറ്റ് ലീഡ്സ് ടു ഡൗൺ ടു ദ സ്ട്രീം ബിലോ. അതായത് ലിവിംഗ് റൂമിൽ നിന്ന് താഴെ ആ വെള്ളം ഒഴുകുന്ന സ്ഥലത്തേക്ക് ഒരു സസ്പെൻഡഡ് സ്റ്റെയർവേ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്സ് ആൾസോ ലീഡ് ഡയറക്ട്ലി ഔട്ട്സൈഡ് ഫ്രം കോംഫൻസ് ബെഡ്റൂം ഓൺ ദ സെക്കൻഡ് ഫ്ലോർ. അതായത് ഈ വീടിൻ്റെ ഓണറുടെ കോഫ്മാൻ്റെ ബെഡ്റൂമിൽ നിന്ന് സെക്കൻഡ് ഫ്ലോറിലുള്ള ബെഡ്റൂമിൽ നിന്ന് നേരിട്ട് താഴേക്കുള്ള സ്റ്റെപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രീം വാസ് ഓൾസോ അലൗഡ് ടു ഡ്രിപ്പ് സ്ട്രൈറ്റ് ഇൻ ടു ദ ഹൗസ്. അതായത് ഈ സ്ട്രീമിൽ നിന്ന് കുറച്ച് വെള്ളം വീടിൻ്റെ അകത്തേക്ക് വീഴുന്ന രീതിയിലുള്ളൊരു ഡിസൈനും കൂടി അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നു. ദ ബിൽഡിംഗ് ഡ്രോസ് നാച്ചർ ഇൻസൈഡ് ഇറ്റ്സ് 3 floors. നാച്ചുറൽ ക്ലിഫ്സ് പ്രൊട്രൂഡ് ഫ്രം ദ സെൻട്രൽ ഫയർപ്ലേസ്. സദേൺ ലൈറ്റ് എൻറ്റേഴ്സ് ത്രൂ എക്സ്പെൻസീവ്
കോർണർ വിൻഡോസ് ആൻഡ് ദ സൗണ്ട് ഓഫ് റഷിംഗ് വാട്ടർ ഈസ് ഓൾവേസ് പ്രസൻറ്റ്. അതായത് ഇതിൻ്റെ 3 ഫ്ലോറിലേക്കും നാച്ചുറലായിട്ടുള്ള എല്ലാം എത്തിക്കുന്ന രീതിയിലാണ് അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഫയർ പ്ലേസിൻ്റെ സെൻട്രലായിട്ടുള്ള ഭാഗത്തേക്ക് പുറത്തുനിന്ന് നേരിട്ട് ലിവിങ് റൂമിൻ്റെ സെൻറ്ററിലോട്ട് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്ന ക്ലിഫ് ഉണ്ട്. അതായത് പാറ, തൂക്കാൻ പാറ എന്നൊക്കെ പറയുന്ന ഇതില്ലേ, സംഭവങ്ങളില്ലേ, തൂങ്ങി നിൽക്കുന്ന പാറ, അങ്ങനെയൊക്കെയാണ് ഇതിന് മീനിങ്സ് വരുന്നത്. അങ്ങനെ ഒരു പാറ അതിനുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞു. അതുപോലെ തന്നെ സദേൺ ലൈറ്റ് റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കോർണർ വിൻഡോസും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് മുഴുവനായിട്ട് എപ്പോഴും ഈ ഒരു റഷിംഗ് വാട്ടർ, വെള്ളം ചാടുന്നതിൻ്റെ ആ ഒരു സൗണ്ട് എപ്പോഴും ഇതിൽ പ്രസൻ്റ് ആണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനോടുകൂടി നമ്മളെ 3rd മൊഡ്യൂൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.